ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സോളാറിൽ നിന്നും നമുക്കൊരു പാനൽ കൊടുത്തിട്ട് അത് MPPTയിലേക്ക് നമുക്ക് ഇത്ര വോൾട്ടേജ് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എത്ര ആംപിയറിലാണ് ചാർജ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആശാ പവറിൻ്റെ MPPT ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സോളാറിൻ്റെ പ്രസൻസ് കാര്യങ്ങളൊക്കെ കാണിക്കും, ഇന്നത്തെ യൂണിറ്റ് കാര്യങ്ങൾ എത്രയാണെന്ന് കാണിക്കും, ടോട്ടൽ യൂണിറ്റ് എത്ര പ്രൊഡക്ഷൻ നമ്മൾ ഈ MPPT വെച്ച സമയത്ത് തൊട്ട് എത്ര ഉണ്ടായി, ബാറ്ററി വോൾട്ടേജ് എത്രയാണ്, അങ്ങനെ ഏത് രീതിയിലുള്ള ചാർജിങ് ആണ്, ബൾക്ക് ചാർജിങ്, അതൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 540യുടെ വാരിയുടെ പ്രൊഡക്ട്സ് ആണ്. വാരിയുടെ ബൈഫേഷ്യൽ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട മുകളിൽ വെളിച്ചടിച്ച് പോയിട്ട് താഴെ കണ്ടോ, ബൈഫേഷ്യൽ പാനലായതുകൊണ്ട് സുതാര്യമാണ്. അതിൻ്റെ താഴെ നിന്ന് റിഫ്ലക്ഷൻ കിട്ടിയാലും ഒരു 20% സാധാ പാനലിനെ അപേക്ഷിച്ച് മോണോപ്പർക്ക് ഹാഫ് കട്ട് സാധാ പാനലിനെ അപേക്ഷിച്ച് ഒരു 20% കൂടി പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ താഴെ നിന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതും അതിൻ്റെ താഴെ അടിച്ച് കഴിയുമ്പോൾ ഒരു സാധാരണ ലെവലിൽ കുറച്ചുകൂടി വോൾട്ടേജ് കാര്യങ്ങൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുണ്ട് ബാറ്ററി കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ കണക്ട് ചെയ്തു. 540യുടെ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വാരിയുടെ പ്രൊഡക്ട്സ് കൊടുത്ത് ബൈഫേഷ്യൽ പാനൽ. ഇപ്പോൾ സോളാറിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ഓൾറെഡി ഇപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇത് ഇൻവെർട്ടറിലേക്കുള്ള സ്വിച്ച് കാര്യങ്ങൾ ഓഫ് ചെയ്തേക്കാണ് ചെയ്തത്. അതായത് ത്രൂ ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന രീതിയിൽ തന്നെയാണ് സോളാറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പാനലിൽ വോൾട്ടേജ് കണ്ട വാട്ട്സ് 270 മാറിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇന്നത്തെ വോൾട്ടേജ് ഏകദേശം ഉച്ചവരെ ആയിട്ടുള്ളൂ. 1.5 യൂണിറ്റ് പ്രൊഡക്ഷൻ ഇപ്പോൾ ഓൾറെഡി ആയി കഴിഞ്ഞു. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ട്. ബാറ്ററിയുടെ പ്രൊഡക്ഷൻ, അതായത് പ്രൊട്ടക്ഷൻ നോക്കി പല രീതിയിലുള്ള ചാർജിങ് നമുക്ക് ഈ ആശാ പവറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടറാണ് ഫുൾ ഡേ ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത് 257 വാട്ട്സ് ആണ് ടോട്ടൽ ഇപ്പോൾ ഈ ഇൻവെർട്ടറിൽ നിന്ന് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. മെയിൻസ് ഓഫാണ്, അതായത് സൈൻ ഇൻവെർട്ടർ. നമ്മുടെ KCB ഓഫാണ്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ടേജ് 12.6 വോൾട്ടാണ്. ബാറ്ററി വോൾട്ടേജ് 0 ഉണ്ട്. AC ഇന്നെന്ന് ഉദ്ദേശിച്ച് 0, അതായത് നമ്മൾ AC ഓഫ് ചെയ്തിട്ടാണ്, അതായത് KCB ഓഫ് ചെയ്തിട്ടാണ്. കാലത്ത് തന്നെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഓഫ് ചെയ്തിടുക, ഇനി അതല്ലെങ്കിൽ MPPT ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കോളും. ഏകദേശം ബാറ്ററി വോൾട്ടേജ് ഒരു 13.5 ഒക്കെ വോൾട്ടായി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് MPPT കട്ട് ഓഫ് ചെയ്ത് മാറിക്കോളും. പിന്നെ ബാറ്ററി ഒരു 11.6 അല്ലെങ്കിൽ 11.5 വോൾട്ട് രാത്രി എത്തിക്കഴിയുമ്പോൾ ബാറ്ററി വോൾട്ടേജ് ഡൗൺ ആയി കഴിയുമ്പോൾ നേരെ തിരിച്ച് KCBയിലേക്ക് കൺവേർട്ട് ആയിക്കോളും. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് സെറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം നമുക്ക് ഇപ്പോൾ നല്ല ചൂട് കൂടിയ സമയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ കണ്ട ഏകദേശം ഉച്ചയായപ്പോഴേക്കും 1.5 യൂണിറ്റ് നമുക്ക് കറണ്ട് ഓൾറെഡി ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാറ്ററി വോൾട്ടേജ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഈ പറയുന്ന ലെവലിൽ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 545 പാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 800 വാട്ട്സ് വരാവുന്ന രീതിയിൽ ഒരു ഇൻവെർട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആശാ പവറിൻ്റെ 50 ആംപിയറാണ്, 50 ആംപിയർ വരുന്ന രീതിയിലുള്ള MPPT ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് മാക്സിമം ലോഡ് ചെയ്യാം. കാലത്ത് ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ തന്നെ നമ്മൾ KCBയിലേക്ക് KCBയിൽ നിന്ന് മാറി നമ്മുടെ നോർമൽ സോളാറിലേക്ക് കൺവേർട്ട് ആവും. ആ 9 മണി തൊട്ട് ഫുൾ ടൈം സോളാറിൽ നിന്നും ബാറ്ററി ചാർജ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽക്കൂടെ തന്നെ ഔട്ട്പുട്ട് പിന്നെ വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടർ ഫുൾ ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം വൈകിട്ട് ഏകദേശം ഒരു 9 മണി അല്ലെങ്കിൽ 8 മണിയാകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഒരു ഈ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 8 മണി 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 11.5 വോൾട്ട് ആ ലെവലിലേക്ക് ബാറ്ററി ഫുൾ ഡിസ്ചാർജിങ് ലെവലിലേക്ക് വരും. അത് വൈകിട്ട് ഏകദേശം ഒരു 5 മണി വരെ അല്ലെങ്കിൽ ഒരു 4:30 വരെയാണ് നമ്മൾ ത്രൂ ഔട്ട് നല്ല വെയിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ലെവൽ ബാറ്ററിയിൽ നിന്ന് ബാക്കപ്പ് എടുത്ത് ഏകദേശം ഒരു 9 മണി വരെയൊക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം തന്നെ കൺവേർട്ട് ചെയ്ത് 11.5 വോൾട്ട് ആവുന്ന സമയത്ത് തന്നെ കൺവേർട്ട് ചെയ്ത് KCBയിലേക്ക് മാറും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 545ൻ്റെ പാനൽ കൊടുത്തു, ഒരു 800 വാട്ട്സ് വരുന്ന രീതിയിലൊരു ഇൻവെർട്ടർ കൊടുത്തു, പിന്നെ ഒരു 50 ആംപിയറിൻ്റെ MPPT കൊടുത്തു. ഇത്രയാണ് നമ്മളൊരു നോർമൽ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടി ക്ലിയർ ചെയ്ത് പാനലിൻ്റെ എണ്ണം കൂട്ടിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബാക്കപ്പ് കാര്യങ്ങൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. കാരണം അതിനുള്ള ചർച്ച ചെയ്യുമ്പോൾ സമയം ഒരുപാട്, അതായത് ലെങ്തി വീഡിയോ ആവുന്നതുകൊണ്ടാണ് നമുക്കിത് ചർച്ച ചെയ്യാൻ സാധിക്കാത്തത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഏത് സെക്ഷനെ കുറിച്ചിട്ടാണ്, ഈ MPPTനെ കുറിച്ചിട്ടാണോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് അറിയണോ താല്പര്യം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സെക്ഷനായിട്ട് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.